എല്ലാവർക്കും ശുഭദിനം തന്നെ. ഇതാ നമ്മെപ്പോലെ തന്നെ ഇനിയൊരുപാട് ആളുകളുണ്ട് കേട്ടോ. അവരിതാ അഭിവാദ്യം ചെയ്യുന്നു, നമ്മോട് പുഞ്ചിരിക്കുന്നു, സ്നേഹപ്രകടനം നടത്തുന്നു. അതാണല്ലോ കേരളീയർ എന്ന് പറയുന്നത്. അവൻ്റെ ഒരു ലുക്ക് നോക്കിയ ഡ്രൈവറുടെ ചുവപ്പ് ഷർട്ടൊക്കെ ധരിച്ച് തൊപ്പി അണിഞ്ഞ് ദാ ഇനിയും വരുന്നു. താമര പൊയ്കയിലെ അരയിന്നങ്ങൾ പോലെ ഓളങ്ങളെ പുൽകി തെന്നി മാറ്റി മന്ദം മന്ദം നീങ്ങുന്ന ചെഞ്ചായം തേച്ച വർണ്ണ ഉടുപ്പുകൾ അണിഞ്ഞ സുന്ദരികളായ പൂന്തോണികൾ. മനോഹരമായ കാഴ്ച. ഇതാ ഇവിടെ പച്ചപ്പിൻ്റെ തുരുത്ത്, കണ്ടൽ മരങ്ങളുടെ നീണ്ട നിര. എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. ഇതാ ഓരോ കൈവഴികളിൽ നിന്നെല്ലാം ഇതുപോലുള്ള ചെറു തോണികൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു, ഈ കണ്ടൽ ചെടികളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ. ഹലോ, നല്ല ഭംഗിയുള്ള അന്തരീക്ഷമാണ്, കാലാവസ്ഥയാണ്. തോണിക്കാരൻ, ആ തോണിക്കാരനോട് എന്തോ ഒരു പ്രത്യേക മമത തോന്നുകയാണ്, ചെറിയൊരു അസൂയയും. മനോഹരമായ കാഴ്ച. എന്ത് പച്ചപ്പാണെന്ന് നോക്കിയേ. ഈ കണ്ടൽക്കാടുകളിൽ ഏകദേശം 5 ഇനമാണ് ഉള്ളത്. പേര് കേട്ടാൽ തന്നെ അത്ഭുതമാണ്. പ്രാന്തൻ കണ്ടൽ, ഈ വളരെ പച്ചപ്പുള്ള ചെടിയാണ് പ്രാന്തൻ കണ്ടൽ. പിന്നെ നക്ഷത്ര കണ്ടൽ, കണ്ണൻ പൊട്ടി, കണ്ടൽ ചുള്ളി, കണ്ടൽ ചെറുപ്പുട്ടി, ഇവയെല്ലാമാണ് ഇവിടെ വളരുന്ന ഇനങ്ങൾ. നോക്കൂ, ആനയ്ക്ക് ഒരു വടി എന്ന് കേട്ടിട്ടില്ലേ? ആനയെ തളച്ചിടാൻ അതിൻ്റെ ചെവിക്ക് താഴെ നീളമുള്ള ഒരു വടി വെറുതെ വെച്ചിട്ടുണ്ടാകും. പിന്നെ ആന മുന്നോട്ട് പോകില്ല എന്നാണ് വിശ്വാസം. നോക്കിയേ, ഇവിടെ ഈ തോണിയിലെ ഒരു വടി, പേര് ഓർമ്മയുണ്ടല്ലോ, കൈക്കോൽ എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. തോണി ചലിക്കുന്നില്ല. ഈ വടിയാണ് തോണിയുടെ നങ്കൂരവും ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ചും സ്റ്റിയറിങ്ങും എല്ലാം. പക്ഷേ വടിയും പിടിച്ച് ഒരാൾ നിന്നാൽ തോണി നീങ്ങില്ല. മാത്രമല്ല, കാറ്റിൽ അകപ്പെട്ട പട്ടം പോലെ തോണിയുടെ ലക്ഷ്യം നഷ്ടപ്പെടും. അതിനാൽ തോണിക്കാരൻ നല്ല പരിശീലനം ലഭിച്ച ആൾ തന്നെ വേണം. ഞാൻ ഓർക്കുകയാണ്, നല്ല ഓർമ്മയുണ്ട്. അരീക്കോട് നിന്ന് ചാലിയാർ പുഴ കടന്ന് വെള്ളപ്പൊക്കത്തിൽ കൂടി മൂർക്കനാട് UP സ്കൂളിലേക്ക് പോയ ആ കാലം. അതിവിദഗ്ധനായ ഉമ്മറാക്ക ആയിരുന്നു തോണിക്കാരൻ. എന്ത് ബഹുമാനമായിരുന്നു അദ്ദേഹത്തോട് എന്നോ. നമ്മുടെ ജീവൻ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നല്ലോ. തോണി മുന്നോട്ടു നീങ്ങിയാൽ ഏത് VIP-യും തോണിയിലിരിക്കണം. നോക്കൂ, മനോഹരമായ കാഴ്ച. ഫോട്ടോ ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലം തന്നെ നമ്മുടെ സാരഥി തിരഞ്ഞെടുത്തു.
കണ്ടൽ ചെടികളെ പശ്ചാത്തലമാക്കിയെടുത്ത അതിമനോഹരങ്ങളായ ചിത്രങ്ങൾ. ഇവയൊന്നും കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തതാണ്. കാലങ്ങളോളം വെള്ളത്തിൽ തഴച്ച് വളർന്ന് പന്തലിച്ച് കാഴ്ചകൾ നൽകി നിൽക്കുന്ന ഈ കണ്ടൽക്കാടുകൾക്ക് അല്ലാതെ വെള്ളത്തിൽ വളരാൻ മറ്റു ചെടികൾക്കൊന്നും കഴിയില്ല. ഇടതിങ്ങി വളർന്നു നിൽക്കുന്ന കണ്ടൽ ചെടികൾ ഒരു വലിയ റബ്ബർ തോട്ടത്തിൽ എത്തിപ്പെട്ടതുപോലെ. പ്രകൃതി ഒരുക്കിയ എയർ കണ്ടീഷൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെ സൊറ പറഞ്ഞിരുന്നാൽ അതൊരു സ്വർഗാനുഭൂതി അനുഭവിക്കുന്ന പ്രതീതി തന്നെയാണ് കേട്ടോ. അത് അനുഭവിച്ചേ അറിയാൻ പറ്റൂ. വെച്ചുപിടിപ്പിച്ച കണ്ടലാണ്. ഇതിന്റെ കായും പൂവും നക്ഷത്രം മാതിരി ഉണ്ടാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവല്ലേ? സൈറൻ അടിച്ചു, നമുക്ക് പോകാം.